നമസ്കാരം. നമുക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടി പൊഴിച്ചിൽ എന്നുള്ളത് ഒരു പരിധിയിലധികം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചോ അതോ അല്ല ഇപ്പോൾ കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നതിനനുസരിച്ച് ഒരു ജലദോഷവും പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മൾ പലപ്പോഴും അറിഞ്ഞിരിക്കണം. എപ്പോഴും തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാടേറെ ടിപ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാരണം എല്ലാം നല്ലതാണ്. പക്ഷെ ചില സമയത്ത് ടിപ്സ് കൊണ്ട് മാത്രം നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല. അതിൻ്റെ കാരണം ഒന്നുകിൽ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ചും വൈറ്റമിൻ ഡിയും ഇയും ഒക്കെ കുറഞ്ഞാൽ ചർമ്മത്തിലും അതുപോലെ മുടിയിലും ഒക്കെ തന്നെ ഇത് കാര്യമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ ചിലർക്ക് സ്കാൽപ്പ് സോറിയാസിസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡാൻഡ്രഫ് വരുന്നൊരു ഇഷ്യൂ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമുക്ക് മുടിക്ക് വളരെ ഹാംഫുള്ളായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, മൊത്തത്തിലൊരു ബോഡി ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. കാൽസ്യം, HB കൗണ്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു പ്രശ്നം വരാമെന്നുള്ളതാണ്. ഇതൊക്കെ നോർമലായിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കെയർ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി ശരിയല്ലാഞ്ഞിട്ടോ ആയിരിക്കാം. അതുപോലെ തന്നെയാണ് അകാല നര എന്നുള്ളത്. ഇപ്പം കൂടുതൽ പേർക്കും സ്ട്രെസ് അനുഭവിക്കാത്തവരായിട്ട് നമ്മളിൽ ആരുമില്ല. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഈ ഒരു സ്ട്രെസ് എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം അവരുടെ പഠന വിഷയങ്ങളിലായാലും ബാക്കി നമുക്ക് ജോലിയുടെ തിരക്കുകളിലായാലും ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനിടയിലും കുറച്ചൊരു സമയം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ ഹെയറിൽ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. പനങ്കുല പോലെ മുടി വളർത്തണം എന്നുള്ളതല്ല, ഉള്ള മുടിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അതിനെ വളരെ കെയർ ചെയ്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ്, അതുപോലെ തന്നെ നരയ്ക്കാതിരിക്കാൻ, ചെറുപ്പത്തിലെ നരയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റെമഡി കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, സിറം ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഈ ഒരു ഹെയർ സിറം എന്നുള്ളത് ഹെയർ ഗ്രോത്തിനായാലും ഹെയർ സിൽക്കി ആയിട്ട് ഇരുത്താനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതും കറിവേപ്പിലയും കൂടെ, ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കരിഞ്ജീരകം ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ രണ്ട് ഇൻഗ്രീഡിയൻസിന് പുറമേ നമുക്ക് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒരു അര സ്പൂണോളം മതിയായിരിക്കും. അത്യാവശ്യം തിക്കിൽ വേണമെന്നുള്ളവർ ഒരു സ്പൂണോളം എടുക്കാം. ഫ്ലാക്സ് സീഡ്സ് അതും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച്, നമുക്കറിയാമല്ലോ കൺസിസ്റ്റൻസി, ആ ഒരു സിറം പരുവത്തിന് എത്തുമ്പോൾ എടുത്തിട്ട് അത് പിന്നീട് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ നല്ല കോട്ടൺ ക്ലോത്തിലൂടെ അരിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് അല്പം വൈറ്റമിൻ ഇയുടെ ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ സിറം റെഡി. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സൊക്കെ കുളിക്കുന്നവരാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് ഡീടാങ്കിൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ കുളിക്കുന്നതിന് തൊട്ട് മുൻപേ ആയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് അങ്ങനെ ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാം. മുടി ഡീടാങ്കിൾ ചെയ്യുമ്പോഴൊക്കെ പൊട്ടിപ്പോവാതെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. രാത്രി ഈ പറഞ്ഞ പോലെ നൈറ്റ് ഹെയർ കെയറിൽ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ റിസൾട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ തലയിൽ തണുപ്പ് തട്ടിയ പ്രശ്നമുള്ളവർ ചെയ്യണമെന്നില്ല കേട്ടോ. കണ്ടല്ലോ, സിമ്പിൾ പ്രൊസീജിയറാണ്. പക്ഷേ എങ്കിലും മുൻപായാലും ഞാൻ കരിഞ്ജീരകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കരിഞ്ജീരകം ഓയിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഹെയർ പാക്ക് തയ്യാറാക്കുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും അത് തന്നെ നമ്മുടെ ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു പാക്കാണ് നമ്മുടെ ഉലുവ, കരിഞ്ജീരകം, അതുപോലെ കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുള്ള ഒരു പാക്ക്. അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ അതിൽ കുറച്ച് തേങ്ങാപ്പാലും കോക്കനട്ട് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർക്കൊക്കെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ, ആവശ്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇത് കൂടാതെ തന്നെ സിറം രൂപത്തിൽ, സിറം എന്ന് പറയുമ്പം ഇതിപ്പം നമ്മൾ
ഓയിൽ എപ്പോൾ കുളിക്കുമ്പോഴും തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചൊരു മസാജ് കൊടുക്കുക എന്നുള്ളൊരു ഒപ്പീനിയനാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലർക്കത് മുഖക്കുരു വരാനോ ഡാൻഡ്രഫ് ഉള്ളവർക്ക് അത് കൂടാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴുകി കളയണം. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ മുടി ഒത്തിരി ഫ്രിസി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ സീറം അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് മുടി അകാല നരയുള്ളവർക്ക് ആ ഒരു നര വരാതിരിക്കാനും കൂടുതൽ നര വരാതിരിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. മുടിയുടെ ടെക്സ്ചർ തന്നെ നമുക്ക് മാറ്റം വരും. ഒരു പരിധി വരെ എനിക്ക് മുടിയിൽ വളരെയധികം ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ളതൊന്നും കൊണ്ടല്ല, ഒട്ടും കെയർ ചെയ്യാണ്ട് വരുമ്പോൾ നമുക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാം. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം തന്നെ ഹെൽത്തി ആയിട്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ സ്കിന്നും മുടിയുടെ ഹെൽത്തും ഒക്കെ തന്നെ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഒരു പരിധി വരെ. അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൂടെ വേണം. മുടിക്ക് മാത്രം നിങ്ങൾ കെയർ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിന് ഏതൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം പോയിന്റ്സ് പോലെ നിങ്ങളുടെ മനസ്സിൽ മിന്നി പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എനിക്ക് തോന്നുന്നു ഒരു കൺസൾട്ടേഷനിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10-ൽ 6 പേരെങ്കിലും ഈ ഒരു പ്രശ്നമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത്, ഹോർമോൺ ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിലാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം വരാറുള്ളത്. അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് അത്ര പ്രശ്നങ്ങൾ വരാറില്ല. ഇല്ല എന്നല്ല, സ്ട്രെസ് ഹോർമോൺ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എങ്കിലും ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നവർ കൂടുതൽ സമയം ഇതൊക്കെ ചൂട് കൂട്ടാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ഈ ഒരു കഷണ്ടി വരുന്നതൊക്കെ നേരത്തെ കാണാറുണ്ട്. പക്ഷെ സ്ത്രീകളിലെ ഭൂരിഭാഗം പേർക്കും ഈ ഹോർമോൺ തകരാറ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന കാൽസ്യം കുറവ്, അയൺ കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ വരാം. അതുകൊണ്ട് അതിൻ്റെ ഒരു കാരണം കണ്ടെത്തിയിട്ട് വേണം അതിന് ചികിത്സ കൊടുക്കാൻ. പിന്നെ പെട്ടെന്നൊരു റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് ഒന്നിനും നമുക്ക് ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. പതിയെ പതിയെ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ കുറച്ച് നമ്മൾ അതിന് ഡെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ നാച്ചുറൽ സിറംസ്, ഹെയർ ഗ്രോത്ത് വാട്ടർ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫുഡിലും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.